എന്ത് ചിരിക്കുന്നു? എന്ത് നോക്കണത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്നാ പോ. എന്താ ചിരിക്കുന്നത്? ഒരു വല്ലാത്ത ചിരിയാണല്ലോ ഈ. അച്ഛന്റെ മുഖം കണ്ടിട്ട് കാർട്ടൂൺ ഓർമ്മ വന്നു. കാർട്ടൂൺ ഓർമ്മ വന്നാ? ഞാനിവിടെ അച്ഛനെ കണ്ടോണ്ടിരിക്കാം. കണ്ടോണ്ടിരിക്കണ്ട, പോ പോടു. പോരുത് പടി. നീ പോണു. എന്താ അച്ഛാ? അവിടെ പോയിട്ട് അമ്മ എടുത്തേ അച്ഛന് കുറേ ചൂടുവെള്ളം കൊണ്ടുവരാൻ പറ. നീലു, ഐ ലവ് യു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എഴുതിയത് നിനക്ക് ഓർമ്മയുണ്ടോ? മാമി മാമി ചൂടുവെള്ളം കൊണ്ടുവന്നാ? ആ, നീ കൊച്ചിനോട് പറഞ്ഞിട്ടില്ലേ ചൂടുവെള്ളം വേണോന്ന്? നീലോടെ ഭയങ്കര ജോലിയില്ല. ഇതെന്തോടാ പേപ്പർ? ഇത് പലവ്യഞ്ജനത്തിന്റെ കണക്ക്. എടാ നിന്റെ മീശ ഇത് എന്തുവാടാ? കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു. ഇത് എന്തുവാ ഇത്? അടുക്കള ചെന്നിട്ടേ അമ്മയെടുത്ത് അച്ഛൻ വിളിക്കണം പറ. ഓക്കെ. എനിക്ക് അമ്മയുടെ അടുത്ത് ഒരു കാര്യം രഹസ്യമായിട്ട് പറയാനുണ്ട്. അതുകൊണ്ട് അമ്മയെ വിളിക്കുന്ന വിവരം അമ്മൂമ്മ അറിയണ്ട, അമ്മൂമ്മ കേൾക്കണ്ടെന്ന്. ചെല്ലേ. എന്താ രഹസ്യം? ശരി പറപ്പോ. എന്താച്ചാ? ഞാൻ അമ്മൂമ്മ അടുത്ത് പറയണ്ടെന്നുള്ള അമ്മ അടുത്ത് പറഞ്ഞു കൊടുക്കരുത്. ഞാനങ്ങനെ പറയൂ? നീ പറയും അതുകൊണ്ടാണ് അങ്ങനെ പറയാറ്. പോ. എന്റെ കണ്ടുവന്ന് പോ. അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞപ്പോ നീ അമ്മൂമ്മ അടുത്ത് പറഞ്ഞ ചൂടുവെള്ളം കൊണ്ടുവരാൻ. വെള്ളം കിട്ടിയില്ലേ? വെള്ളമൊക്കെ കിട്ടി. പോയിരുന്നു പഠിക്കാൻ. അയ്യോ പഠിക്കാൻ പറയുമ്പോ അയ്യോ, അല്ലെങ്കിൽ കളിക്കാൻ പറയുമ്പോ ചിരിച്ചോണ്ടാകും. ഓടും പടി പോ. അമ്മ വരണം. ഇനി അമ്മ പറഞ്ഞ കേട്ടോ ഇവിടെ അങ്ങ് നിൽക്കണം. പോടൂ. എന്ത് നിങ്ങൾ ഈ മൊത്തം ഈ മീശാണ് എനിക്ക് നിങ്ങളെ മൊത്തേക്ക് തന്നെ നോക്കാൻ തോന്നില്ല. ഇത് വെച്ചിട്ട് ആ ജംഗ്ഷനിലൊന്നും പോവല്ലേട്ടാ, ആൾക്കാരെ കണ്ടാ ചിരിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് വട്ടത്തരം കാണിക്കുന്നത് എന്തിനാണ്? എൻ്റെ ഈ വട്ടത്തരം വരടി നിനക്ക് പണ്ടേ ഇഷ്ടം. നിനക്ക് ഓർമ്മ വേണ്ട? നിന്റെ വീടിനടുത്ത് ആറിൻ്റെ അരികിൽ വെച്ച് ഞാൻ നിന്റെ ചോദിച്ച്, നീലു നിനക്ക് എന്നിൽ എന്താണ് ഇഷ്ടമെന്ന്. അപ്പം നീ പറഞ്ഞെന്താ? നിങ്ങളെ ഈ വട്ടത്തരം ഇഷ്ടമെന്ന്. ഞാനെന്താ പറയട്ടെ? ഒരു കാര്യം ചെയ്യും, അവിടെ നമുക്ക് രണ്ടുപേർക്കും മുഖത്തോട് മുഖം നോക്കിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വറക്കാം. ഒന്ന് പോവാലോ, എനിക്ക് അടുക്കള പണിയുണ്ട്. പോകണമെന്ന്. നീ ഒട്ടും റൊമാൻറ്റിക്കല്ല പോകണമെന്ന്. പിന്നെ റൊമാൻറ്റിക് എടുക്കാൻ പറ്റിയ ഒരു പ്രായം 52 വയസ്സ് കഴിഞ്ഞ്. 55 വയസ്സ് കഴിഞ്ഞ്. നിങ്ങൾക്ക് എത്ര വയസ്സായാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ റൊമാൻറ്റിക് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും എങ്ങായിരിക്കും. വാ ഇങ്ങോട്ടിരി വാ. നിങ്ങൾക്ക് എന്ത് ഒരു നാണമാലയിലെത്ത മനുഷ്യരാട്ടാ നിങ്ങൾ. ഞാൻ ഇവിടെ അടുത്തിരിക്കാം. നീ മുഖത്തോട് മുഖം നോക്ക്. എന്നിട്ട് പഴയ കാര്യങ്ങൾ ഇങ്ങനെ വറക്കാം. പിന്നെ പഴയ ഓർമ്മകൾ അയവിറക്കണം. പഴയ നശിച്ച ഓർമ്മകൾ ഒരിക്കലും ഓർമ്മ വരില്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കണേ. നീലു എന്താ നീ ഇവിടെ നിൽക്കുന്നോ? നീ അടുക്കളോട്ട് വന്നേ. ഓ, നമ്മള് പഴയ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ എന്താ പറയാനാ? നീ വാ. എന്തുവാടാ? പഴയ ഓർമ്മകൾ അയവിറക്കണം. നീ കുറെ അയവിറക്കും. ഇത്രയും ടൈമിങ് ആയി കളവയ്ക്ക്. കറക്റ്റ് ടൈമിങ് ചേർക്കുന്ന എവിടെ പോയി അവള്? പാമ്പോ ഇത് ഞാൻ എന്തോന്ന് നിങ്ങക്ക് കാര്യം പറ. എന്ത് കാര്യം? എന്താന്ന് പറ. നിന്റെ അമ്മ എവിടെ? അമ്മ അപ്പുറത്തുണ്ടല്ലോ, വിളിക്കണോ? നല്ല ഉറക്ക ഗുളിക കൊടുത്ത് മയങ്ങി കിടത്തണം എവിടെയെങ്കിലും. ഇങ്ങനെ മയങ്ങി വന്നിട്ടുണ്ടല്ലോ. നിങ്ങളെ ഞാൻ മയക്കി കിടത്തോട്ടാ. അയ്യോ നീ ചതിച്ചല്ലേ.
വാ, ഒരു കാര്യം പറയട്ടെ വാ. എവിടെ വരാനാണ്? ഇനി സാധാരണ ഞാൻ റൊമാൻറ്റിക് ആകുമ്പോൾ നിന്നെ എവിടെയാണ് വിളിച്ചോണ്ട് പോകണത്? ആ എനിക്കറിയില്ല. ആ പാവന്റെ ചോട്ടിലല്ലേ? വാ പറയട്ടെ വാ. നിനക്ക് എന്തിന്റെ അസുഖമാണ്? ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ കോലം കെട്ടി വന്നിട്ട് പഴയ കാലം കൊണ്ട് ആടിത്തി വർക്കല. വല്ലപ്പോഴേക്കല്ലേ? ഇത് വല്ലപ്പോഴും എടുക്കലും. അമ്മ ഓ അസ്ത്രം വിട്ടോളൂ ഓടി വന്നോളൂ. എന്താ അമ്മ വാ അവിടുന്ന്. എന്താ അവിടെ തന്നെ ഇരിക്കുന്നേ? ഞാൻ വെറുതെ ഇരിക്കണ്. അമ്മൂമ്മ പേടിച്ചിരിക്കുവാണോ? വേണ്ട പറഞ്ഞേട്ടാ അമ്മൂമ്മയെ പഠിച്ചിരിക്കുകയാണെന്ന്. കൊച്ചു കൊള്ളാല്ലേ? പോച്ചേ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നീലു പോവാൻ പറ. പാറു പോ. ഞാൻ പോണ്. അച്ഛനും അമ്മയുടെ അടുത്ത് രഹസ്യം പറഞ്ഞിരിക്കാനല്ലേ? ഓ തന്നെ അതിന് നിനക്കെന്ത് പോണ്ടേ? അച്ഛൻ എൻ്റെ അടുത്ത് വരും. പാറുവേ അമ്മ എൻ്റെ അടുത്ത് ഉണ്ടണ്ട. അവിടെ ദേഷ്യം കണ്ട നമ്മൾ തമ്മിൽ മുണ്ടിയും പറഞ്ഞിരിക്കുന്നത് ചെറിയ മോനും ഇഷ്ടമില്ല. അപ്പോ ഇങ്ങനെ ഉണ്ടോ അസൂയകളെ പിടിച്ച കൂട്ടങ്ങൾ? അയ്യോ അസൂയില്ലാത്ത ഒരാള്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ നോക്ക് ചെല്ല്. വാ ആ പാറുണ്ടല്ലേ അത് വളഞ്ഞ സാധനമാണ്. മനഃപൂർവ്വം നിന്റെ അമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിടും. എന്തോ നിനക്ക് വർഷം കുത്തി ഞാൻ പിടിച്ചത്. ഇത് വാ. അവിടെ നിൽക്ക്. എന്തോന്ന് കാര്യം പറ. ഡേ നിനക്ക് ഒന്നൊന്ന് ഇത്ര ഒപ്പറാളാ എപ്പോഴും കിടന്ന് അടക്കള കിടന്ന് പണിയെടുത്താൽ മതിയാ? വല്ലപ്പോഴേക്കും ഇതുപോലത്തെ അവസരങ്ങൾ കിട്ടുള്ളൂ. നവരസങ്ങൾ മുഖത്തിങ്ങനെ മിന്നി മറയണ്ടല്ലോ. എന്തോന്ന് കാര്യം പറ. അല്ല നിനക്ക് ഈ നവരസം ഇഷ്ടമായിരുന്നല്ലോ? ഇഷ്ടമായിരുന്നല്ലോ. അങ്ങനെ നീ ഇറങ്ങി പോകുന്നു എൻ്റെ കൂടെ. പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കാൻ എന്ത് രസമെന്നറിയാം. വാ ഒരു പണിയില്ലാത്തവർ കഥ ആലോചിച്ചോണ്ടിരിക്കാം. ഹലോ സിധു കേൾക്കുന്നുണ്ടാ? സിധു ഞാൻ ഇപ്പോൾ വിളിക്കാട്ടാ. ഇതെന്താ രണ്ടുപേരും ഇവിടെ വെക്കണേ? എന്ത് ഇവിടെ ഒന്നുകൂടെ? അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ അമ്മ? എന്തത്? ഇത് അമ്മക്ക് എപ്പോഴും അടക്കള കിടന്ന് പണിയെടുത്താൽ മതിയാ? മതിയാ നീ പോ. ഞാൻ അവിടെ പോവാൻ പോയില്ലെങ്കിൽ ആ ഓടി. അമ്മ ഞാൻ ഒരു കാര്യം പറയാട്ടാ. അച്ഛൻ എന്തോ കാര്യമൊക്കെ പറഞ്ഞ് അമ്മേനെ മയക്ക് എന്തോ കാര്യം സാധിക്കാനുള്ള പരിപാടിയാണ്. ഇതിലൊന്നും വീഴരുത്, സൂക്ഷിക്കണോട്ടാ. നീ എന്തിനാ ഇങ്ങനെ നോക്കണം എന്നെ? വേണ്ട വേണ്ട ഞാൻ പോവാ. സംസാരിച്ചിട്ട് പോന്ന് വാ. ലച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നിങ്ങൾ ഈ പൊടിമീശയും വെച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കണത് എൻ്റെ അടുത്ത് നിന്നൊന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് വേണ്ട. എന്റെ ദൈവമേ ആ ലച്ചു സർപ്പം വിഷം ചുറ്റിട്ട് പോകണ്ട. ഡീ നിനക്കെന്നെ സംശയമോ? ഇടി ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി ഒന്ന് പറയലോ. നിങ്ങൾ ചെമ്പരത്തി പൂ എടുത്ത് കാണിച്ചിട്ട് ചങ്കാണെന്ന് വിശ്വസിപ്പിക്കാൻ എടുക്കാനാ. അങ്ങനെ വിശ്വസിപ്പിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ നേടുകയും ചെയ്യും. അതിനി വേണ്ട, നടക്കൂല. ഇങ്ങനെ വേടി. ഞാൻ മീശയെ വെച്ച് നിന്റെ അടുത്ത് വെറുതെ വന്നത്. എനിക്ക് നിന്റെ ഒരു കാര്യം നേടണ്ട, ഒന്നും നേടണ്ട. പിന്നെ ഒന്നും കാണിക്കാൻ ഒന്നേ ഉള്ളൂ. ഞാൻ സംശയിക്കണത് തന്നെ. ചോദിക്കുന്നു അച്ഛനും അമ്മയും. അയ്യോ പെണ്ണ് ഒറ്റിക്കളഞ്ഞല്ലേ. ഇതെല്ലാം ഞാൻ നോക്കുന്നത്. നിന്നെ അകത്തൊന്നും കണ്ടില്ലല്ലോ. നീ എന്ത് ഇവിടെ വന്നിരിക്കുന്നേ? അതെ ഞാൻ ഇങ്ങോട്ട് നമ്മൾ ഇവിടെ എൻ്റെ പറയാൻ വന്നു. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്ത് കാര്യം? നിന്റെ മീശയുടെ കാര്യമോ? പാറു പറഞ്ഞു നീ എവിടെ പറവൻ ഇങ്ങനെ കറങ്ങി നടക്കുവന്ന്. നിനക്ക് എന്തുവാടാ ഇത്ര തോന്നി അവളോട് പറയാനുള്ളത്? എടി നീ ഇതുവരെ അവൻ പറഞ്ഞൊന്നും കേട്ട് കഴിഞ്ഞില്ലയോ? കേട്ട് കഴിഞ്ഞതാ അമ്മ. പിന്നെ എന്നെ വലിച്ചോണ്ട് പോവാ. പിന്നെ കേക്കെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് പാടി വെച്ചേ. മാമിയേ എന്താടാ? പണ്ട് നമ്മള് പ്രേമിക്കണ സമയത്ത് എവളങ്ങാണ് എൻ്റെ അടുത്ത് വന്ന അപ്പം എൻ്റെ അടുത്ത് അവളെ വിളിച്ചോണ്ടു. എന്തിനെന്തായി? എവളെ ഞാൻ കെട്ടി 5 മക്കളുമായി. ഇതിനെ തമ്മിൽ പിരിപ്പിക്കാൻ നോക്കിയാണല്ലേ? നീലുവാ എന്തുവാടി ചിരിക്കുന്നേ? രണ്ടെണ്ണം കൊണ്ട് ചിരിച്ച് ചിരിച്ച് 5 മക്കളായി. ഇനിയും ചിരിച്ചോണ്ടിരിക്കുവന്നോ? ഇങ്ങോട്ട് പാടി ചിരിച്ചോണ്ടിരിക്കാതെ.